സത്യസന്ധമായിട്ട് മുസ്ലിങ്ങൾ കത്തിച്ചാണ് ഒരു സംശയം അല്ലാതെ മറ്റൊരു ആസൂത്രണം ചെയ്തത് കലാപം ഉണ്ടാക്കുന്ന ആളുടെ ഉദ്ദേശം എന്നറിയുമോ ബോഡിയെ താഴെ ഇറക്കുന്നത്. കലാപം സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ എതിരല്ല, മുസ്ലിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കലാപം ഉണ്ടാക്കി ബോഡിയെ താഴെ ഇറക്കാനായിട്ട് നോക്കുന്നത്. ബോഡി കലാപം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു ചോദിക്കും മുഖ്യമന്ത്രി ആകുമ്പോഴും ഇയാൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആണ്, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറുന്നതാണ് സങ്കല്പം. പക്ഷേ പുള്ളിയുടെ ഗുരുത്വം അല്ലെങ്കിൽ ദൈവാധീനം കൊണ്ട് കുഞ്ഞാലിക്കുട്ടി ശരിക്കും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. ഉപമുഖ്യമന്ത്രിയാകുന്നതിൽ കാര്യം ഉപമുഖ്യമന്ത്രി ആലങ്കാരികമായ പദവിയാണ്, അതിന്റെ കാര്യമൊന്നുമില്ല. AC വേണുഗോപാലിനെക്കാളും രമേശ് ചെന്നിത്തലയെക്കാളും സതീശിനെക്കാളും സീനിയർ ഭരണപരിചയമുണ്ട്. ഇല്ല, തീർച്ചയായും പുള്ളി എത്ര കൊല്ലം മന്ത്രിയായിരുന്നു, എത്ര കൊല്ലം MLA ആയിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും 2ാം സ്ഥാനക്കാരനായിരുന്നു. 2ാം നമ്പർ കാറാണ് ഉപയോഗിക്കുന്നത്, കുഞ്ഞാലിക്കുട്ടിയാണ്. പോട്ടെ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2ാം നമ്പർ കാറാണ് ഉപയോഗിച്ചിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. 1ാം പിണറായി സർക്കാരിൽ 2ാം നമ്പർ കാർ ഉപയോഗിച്ചത് ഈ ചന്ദ്രശേഖരനാണ്. 3ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്ന ആരായിരുന്നു? അത് അടുത്ത ഘടകകക്ഷിയുടെ നേതാവായിരുന്നു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ഇദ്ദേഹം VD സതീശൻ, 2ാമത് കുഞ്ഞാലിക്കുട്ടി, 3ാമത് രമേശ് ചെന്നിത്തല. അപ്പം തന്നെ തെറ്റി. 3ാമത് ചെയ്തത് ബോട്സ് ജോസഫ് ആയിരുന്നു. PC ജോർജിനെ കുറിച്ച് എന്താ അഭിപ്രായം? സത്യത്തിൽ പുള്ളി അങ്ങനെ ഒരു വലിയ മുസ്ലിം വിരുദ്ധരൊന്നും അല്ല, സത്യമായിട്ടുമല്ല. ഞാൻ ഇത് പറയാണ്, ഇപ്പൊ നിങ്ങൾ കേട്ടാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാളിങ്ങനെ വായ പോയ കൊടാലി പോലെ പറയുന്ന ആളാണല്ലോ. പുള്ളി ഈ ശബരിമല വിഷയം ഉണ്ടാക്കി കറുത്ത മുട്ട കൊടുത്ത് രാജഗോപാലുമായിട്ട് പുള്ളി പോയി. പുള്ളി ആ സമയത്ത് പുള്ളി ശബരിമല അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളാണ്. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, തിരിച്ചുവരും ഗുജറാത്തിലും ഇല്ല, അല്ലാതെയും സാധ്യതയില്ല. മുഖ്യമന്ത്രി ആകുമ്പോഴും ഇയാൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആണ്, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറുന്നതാണ് സങ്കല്പം. പക്ഷേ പുള്ളിയുടെ ഗുരുത്വം അല്ലെങ്കിൽ ദൈവാധീനം കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ അല്ല, പുള്ളി അത് നിയമസഭാംഗമല്ല, നിയമസഭയിലേക്ക് ജയിച്ചു. നിയമസഭയിൽ മണിനഗർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിക്കും. ജയിച്ചതിന്റെ തൊട്ട് പുറകെയാണ് ഈ ഗോദ്ര സംഭവം, കലാപം. ഗോദ്രയിലെ മറ്റേ ട്രെയിൻ കത്തിക്കുന്ന സംഭവം. ആ ട്രെയിൻ കത്തിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ഇയാളെ താഴെ ഇറക്കാൻ നിൽക്കുന്ന മറ്റേ വിഭാഗക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ LK അദ്വാനിയും വാജ്പേയിയും സത്യം പറഞ്ഞാൽ മോദിനെ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു. രാജ്യം എഴുതി മേടിക്കാനുള്ള ശ്രമമൊക്കെ അതിനുശേഷം ഈ ഗോദ്ര കലാപത്തിന് ശേഷം അത് ഈ കലാപം ഉണ്ടാക്കുന്നത് ഈ BJP-യിലെ ഇന്റർണൽ പൊളിറ്റിക്സ്. അതെന്ന് വെച്ചാൽ ഇയാൾ മുഖ്യമന്ത്രി ആകുന്നത് പട്ടേൽമാർക്ക് ഇഷ്ടമല്ല. പട്ടേൽമാർ അവിടുത്തെ പ്രബല കമ്മ്യൂണിറ്റിയാണ്, സമ്പന്ന വിഭാഗമാണ്, അതുപോലെ സമുദായം വലിയ എന്തിനും പോകുന്നവരാണ്. അപ്പോൾ അവർ ഇയാൾ റീപ്ലേസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ കലാപം ഉണ്ടായിട്ട് പുറകെ ഇവരങ്ങോട്ട് അഴിഞ്ഞാടുകയാണ്. ആര്? പട്ടേൽമാർ. പിന്നെ തീർച്ചയായും അവരുടെ താല്പര്യമുണ്ട്. അത് പിന്നെ ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിക്കുക. സാധാരണ ഏത് വർഗീയ സംഘടന ആകുമ്പോഴും പട്ടണങ്ങളിലേ നിൽക്കും, പട്ടണങ്ങളിൽ നഗരങ്ങളിൽ വെളിയിലോട്ട് ഇറങ്ങുക, അധികം പോവുകയല്ല, ഗ്രാമങ്ങളിലേക്ക് പോവില്ല. ഇത് ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. അപ്പോൾ ഈ കലാപം ഉണ്ടാക്കുന്ന ആളുടെ ഉദ്ദേശം എന്നറിയുമോ ബോഡിയെ താഴെ ഇറക്കണമെന്നുള്ളതാണ്. കലാപം സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ എതിരല്ല, മുസ്ലിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കലാപം ഉണ്ടാക്കി ബോഡിയെ താഴെ ഇറക്കാനായിട്ട് നോക്കുന്നത്. ഇനി ബോഡി എന്താ ചെയ്യുന്നറിയാമോ? ബോഡി കലാപം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ഇപ്പം ആരെങ്കിലും പറഞ്ഞു ചോദിക്കും, കാരണം കലാപം പടർന്നു പിടിച്ചാൽ ബോഡിയുടെ കസേര പോകുന്ന ബോഡിക്കകത്തറിയാം. പക്ഷെ ആ സമയത്തൊക്കെ വളരെ മോശം കുറെ കമന്റുകളൊക്കെ അത് അപ്പോഴല്ല, അപ്പൊ ബോഡി വളരെ ഡിഫൻസിലാണ്. ബോഡി കലാപം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ പോലീസുകാർ ഇയാൾ പറഞ്ഞാൽ അനുസരിക്കില്ല. മുഖ്യമന്ത്രിക്ക് ഓർഡർ വരുള്ളൂ. അത് നമ്മുടെ രാജ്യദീപ് സർദേശായി എടുത്തിട്ടുണ്ട്. സർദേശായി കലാപം നടക്കുന്ന സമയത്ത് അഹമ്മദാബാദിലുണ്ട്. അപ്പോൾ ഇയാൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു, പക്ഷെ പിടിച്ചാൽ കിട്ടില്ല. മറ്റൊമാരും അഴിഞ്ഞാടുകയാണ്. കാരണം ഇവിടെ താഴെ ഇറക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. വലിയൊരു കലാപം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാറ്റും. അപ്പോൾ ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ മാറ്റും, വേറെ ആൾ ഇവരുടെ സ്വന്തക്കാരെങ്കിലും വരുന്നവർ വിചാരിച്ചു. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഗോവയിൽ ഇവരുടെ കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ ഇയാളെ മാറ്റണം എന്ന് വാജ്പേയി പറഞ്ഞു. ഇവിടെ ചുട്ടിരിക്കാൻ പറ്റില്ല, രാജ്യത്തിന് ചെയ്തപ്പോഴേ. പക്ഷെ ആ സമയത്ത് അദ്വാനി പറഞ്ഞു ഒരവസരം കൂടി കൊടുക്കാം. അതിലാണ് രക്ഷപ്പെട്ടത്. ആ വ്യക്തി തന്നെ അദ്വാനിനെ ചവിട്ടി. അത് പിന്നീടാണ്, അത് വളരെ കാലത്തിന് ശേഷമാണ്. പക്ഷെ അപ്പോൾ ആ സമയത്ത് 2002 ഇയാളെ തട്ടിയിരുന്നെങ്കിൽ, പക്ഷെ തട്ടാതെ ഇരുന്നപ്പോൾ പുള്ളി രക്ഷപ്പെട്ടു. അത് ചാൻസാണ്. ഇപ്പോൾ വലിയ ക്യാച്ചൊക്കെ വരുമ്പോൾ കൈ വിട്ടുപോയില്ല, ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. ആ ഡ്രോപ്പ് ചെയ്ത ക്യാച്ചിൽ നിന്ന് പുള്ളി പിടിച്ചു. അവിടെ നിന്നാണ് പുള്ളി ഈ വർഗീയ പ്രചരണം നടത്തി. പിന്നെ അങ്ങ് തുടങ്ങി. പിന്നെ അവിടെ തുടങ്ങി. പിന്നെ പുള്ളി കലാപത്തിന്റെ ഞാനാണ് കലാപം ഉണ്ടാക്കിയത്. പുള്ളി അതിന്റെ മുമ്പിൽ കയറുന്നത് ഞാനാണ് ചെയ്തത്. ഇനി ആർക്കാണ് ധൈര്യം പാടാ എന്നറിയില്ലേ. അവിടെ പുള്ളി ഹം 5 ഹമാര 50 എന്നൊക്കെയുള്ള പ്രസംഗങ്ങൾ നടത്തി. അതുപോലുള്ള ഭീകരമായ പ്രസംഗം. പിന്നെ പുള്ളി അവിടെ നിന്ന് പിടിച്ചു കയറി.
അത് ഒരു വശമാണ്. അത് കൂടാതെ മറ്റു വശത്ത് അല്ല സാർ, ഇത് പറഞ്ഞു വരുന്ന സ്ഥിതിക്ക് നമ്മുടെ എമ്പുരാൻ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഇത് വലിയ രീതിയിൽ ചർച്ചയായതായി ഗോത്ര കലാപം. ജൻസി പിള്ളേരുടെ ഇടയിൽ കൂടി ഇത് ഇച്ചിരി കൂടി ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ത്വര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സാറിൻ്റെ എന്തായാലും ഒരു സ്ഥിരം പ്രേക്ഷകരുണ്ട്, അവർക്ക് വേണ്ടി സാറ് മനസ്സിലാക്കുന്ന ഗോത്ര കലാപം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് RSS ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ, അതോ ഇവർ പറയുന്നത് ഈ RSS പറയുന്ന പോലെ ഈ RSSകാർ സംഘചാലകർ വരുന്ന വണ്ടിക്ക് മുസ്ലിം സമുദായം തീയിട്ടിട്ട് അങ്ങനെ ഉണ്ടായതാണോ സാറ് പഠിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ? സത്യസന്ധമായിട്ട് മുസ്ലിങ്ങൾ കത്തിച്ചതാണ്, ഒരു സംശയമില്ല. അല്ലാതെ മറ്റൊരു ആസൂത്രം ചെയ്തല്ല. അല്ല, ഇതിൽ വരുന്ന ആളുകൾ അത് എങ്ങനെ വെച്ചാൽ ഈ ഗോത്ര മുമ്പ് തന്നെ വർഗീയ സംഘർഷത്തിന് കുപ്രസിദ്ധമായ ഞാൻ പറയാം. ഗോത്രയുടെ ചരിത്രം, ഗോത്ര മാത്രമല്ല ഗുജറാത്തിലെ പല സ്ഥലങ്ങളും ഇതുപോലെ പ്രത്യേകിച്ച് പട്ടണങ്ങൾ, ചെറിയ പട്ടണങ്ങൾ ഈ സാമുദായിക സംഘർഷത്തിന് കുപ്രസിദ്ധി നേടിയതാണ്. അതിന് സാമുദായികവും വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ പറയാൻ തുടങ്ങിയ തീരൂല. അവിടെ ഈ ഗോത്രയിൽ ഈ പ്രശ്നം നേരത്തെ ഉണ്ട്. അവിടെ വെച്ച് എന്താ പറ്റുക വെച്ചാൽ ഈ സ്വയം സേവകർ കർസേവകർ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റേഷനിൽ വെച്ചല്ല കത്തിക്കുന്നത്, സ്റ്റേഷനിൽ വന്നപ്പോഴല്ല കത്തിക്കുന്നത്. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള കച്ചവടക്കാരെ വിട്ടു, എന്തോ കച്ചറ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇവർ ട്രെയിനിൽ തിരിച്ചു കയറി, ട്രെയിൻ വിട്ടു. അപ്പോൾ ഇവിടുന്ന് വിവരം അപ്പുറത്തേക്ക് അറിയിച്ചു. അവിടെ സിഗ്നൽ ഫാലിയ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ മറ്റവർ ചങ്ങല പിടിച്ച് വണ്ടി നിർത്തിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുക. അങ്ങനെയാണ് ഇവർ ഇത്ര പേര് കത്തിവരിച്ചതിൽ മിക്കവരും ഈ കർസേവകരും ബാക്കിയുള്ളത് സാധാരണ യാത്രക്കാർ. പക്ഷേ ഇതിന് വ്യക്തമായിട്ട് തെളിവില്ലെന്നാണ്. തെളിവുണ്ട്, അവർ ശിക്ഷിച്ചല്ലോ, കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിച്ചു. ഈ പ്രതികളൊക്കെ ജയിലിലാണ്. ഈ പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവർ എല്ലാവരും. മൗലവി ഉമർജി എന്ന് പറഞ്ഞ ആളാണ് ആസൂത്രകൻ, അയാളുടെ പേരിൽ കുറ്റം തെളിഞ്ഞില്ല. പക്ഷെ ബാക്കി പ്രതികളൊക്കെ ശിക്ഷിച്ചു, വിചാരണ കോടതി ശിക്ഷിച്ചു, ഹൈക്കോടതി ശരിവെച്ചു. പക്ഷേ നേരെ തിരിച്ചും നമ്മുടെ അതിനെ ചരിത്രപരമായിട്ട് കൃത്യമായിട്ട് നിർവചിക്കുന്ന വേറെ കുറെ കാര്യങ്ങളും അതൊക്കെ മീഡിയ ചാനലുകാർ വെറുതെ പറഞ്ഞില്ല. അങ്ങനെ സംഗതിയില്ല. ശരിക്കും അങ്ങനെ പ്രതികളെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചു, അവർ ജയിലിലാണ്. ചിലർ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, അത് ഹൈക്കോടതി ജീവപര്യന്തമായിട്ട് കുറച്ചു. അവരൊക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുത ഇങ്ങനെയാണ്. അല്ലാതെ സിഗ്നൽ ഫാലിയയിൽ വെച്ചിട്ട് ചങ്ങല പിടിച്ച് നിർത്തും, എന്നിട്ട് അല്ല. പക്ഷെ വേറെ എവിടെയൊക്കെ എന്തോ ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ ഇത് ബന്ധപ്പെട്ടാണ് കത്തിയെന്ന്. ഷോർട്ട് സർക്യൂട്ടിലൊന്നും തീവണ്ടി കത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല അല്ല, ഇത് തന്നെയാണ് അതിന്റെ കൃത്യം. ഓക്കെ. സാർ തോറ്റിട്ടുണ്ടോ ഇതിനും കേസ്? ഇഷ്ടം പോലെ കേസുകൾ ജയം മാത്രമല്ല, ജയം തോൽവി ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷേ സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കും, നമ്മളത് സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കും, ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ഏത് കേസും പരമാവധി നന്നാക്കാൻ ശ്രമിക്കും. പക്ഷേ ചില കേസുകൾ ചിലപ്പോൾ ജയിക്കേണ്ട കേസുകൾ തോറ്റു, ചിലപ്പോൾ ജയിക്കാൻ പറ്റാത്ത കേസുകൾ, ജയിക്കാൻ പാടില്ലാത്ത കേസുകൾ ജയിക്കും. അല്ല, ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് സാറേ, ഈ ഇസ്ലാമോഫോബിയ. അതും ഈ ഈരാറ്റുപേട്ടയുമായിട്ടുള്ള, അതായത് ഈരാറ്റുപേട്ടേനെ ടാർഗറ്റ് ചെയ്ത് അവിടെ ഒരു എനിക്ക് തോന്നുന്നു 49,000 ജനങ്ങളുണ്ടെങ്കിൽ 50,000 ജനങ്ങളുണ്ടെങ്കിൽ 48,000 പേര് മുസ്ലിംസാണ്. സാറിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു PC ജോർജ്. ഇപ്പോഴും നല്ല സുഹൃത്താണ്. ആ ഒരു കുറവ് സാറിൽ ഞാൻ കാണുന്നുണ്ടോ? എന്തോട്ടെ എന്നാലും PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളൊക്കെ ഞാനൊക്കെ എൻ്റെ അമ്മാനെ കൊണ്ട് എനിക്കതൊന്നും വോട്ടില്ല. 2016 പുള്ളി നിൽക്കുമ്പോൾ എനിക്ക് വോട്ടില്ല. എനിക്ക് 2019 ആദ്യം ഞാൻ വോട്ട് ചെയ്യുന്നത്. ആന്റോണിയോ MP വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ ഞാനൊക്കെ കാരണം പുള്ളി അന്ന് ഒറ്റയ്ക്ക് നിൽക്കുക. അതുപോലെ തന്നെ KM മാണി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പുള്ളി നമ്മുടെ ട്രെയിനിൽ വന്ന് കോട്ടയത്ത് ഇറങ്ങിയിട്ട് കോട്ടയത്ത് നിന്ന് സ്വീകരിച്ചോണ്ടാണ് വരുന്നത്. പേട്ട എത്തിക്കഴിഞ്ഞപ്പോൾ പാർട്ടി പോലും നോക്കാതെ ഒരു 10,000 ജനങ്ങൾ, ഇന്നും മറക്കാത്ത ഞങ്ങളുടെ മുട്ടങ്കാവലെ കോട്ട അങ്ങേയറ്റം വരെ പുള്ളിനെ സ്വീകരിച്ചുകൊണ്ട് അത്രയും തലയെ പൊക്കിക്കൊണ്ട് നടന്ന ആളാണ്. പുള്ളിയുടെ നാവിദോഷം കൊണ്ട് തന്നെയാണ് പുള്ളിക്കെതിരായത്. അത്രത്തോളം വലിയ വർഗീയത നാടിനെതിരെ പറഞ്ഞതുകൊണ്ടാണ്. സാർ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഈരാറ്റുപേട്ടയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ മലപ്പുറത്തിനെ അങ്ങനെയും കൂട്ടി വായിക്കാം. ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നത് ഒരു ജനങ്ങളുടെ പേരും മതവും നോക്കിയിട്ടാണ്. അല്ല, ഞാൻ ഈരാറ്റുപേട്ടയുടെ കാര്യം വിട്, മലപ്പുറത്തിൻ്റെ കാര്യം വിട്. മലപ്പുറത്ത് സത്യത്തിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമില്ല. മലപ്പുറം എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയുന്ന സ്ഥലമാണ്. മലപ്പുറത്ത് പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് അവിടെ കക്ഷികളുണ്ട്, പല ആവശ്യങ്ങൾക്ക് പോയിട്ട്. മലപ്പുറത്തെ ആളുകൾ സാധാരണ നമ്മളെ നാട്ടിലെ ആൾക്കാരെക്കാളിലൊക്കെ നിഷ്കളങ്കരായ ആൾക്കാർ, കോട്ടയത്തുകാരെക്കാളും എറണാകുളത്തുകാരെക്കാളും നന്മയുള്ള ഒരുപാട് സ്നേഹമുള്ളവരാണ്. തീർച്ചയായിട്ടും അത് ഹിന്ദുക്കളും അതെ, മുസ്ലിങ്ങളും അതെ. അങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവ് അവിടെ ഇല്ല. മുസ്ലിങ്ങളുള്ള ഭാഗത്ത് മുസ്ലിങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളുള്ള ഭാഗത്ത് ഹിന്ദുക്കളുടെ അങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്നവരല്ലേ. എറണാകുളം ജില്ല പോലെ അങ്ങനെയല്ല. കുറച്ച് ഹിന്ദുക്കളുടെ ഒരു ഏരിയയിൽ പ്രധാനമായിട്ട് ഹിന്ദുക്കളായിരിക്കും, മുസ്ലിങ്ങളുടെ ഏരിയയിലും പ്രധാനമായിട്ടും. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്നേഹത്തിലും നന്മയിലും സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും ജീവിക്കുന്നവരാണ്. എൻ്റെ അമ്മ 1985
കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ പ്രൊമോഷനായിട്ട് ആദ്യം പോസ്റ്റ് കിട്ടുന്നത് മലപ്പുറത്താണ്. മലപ്പുറം ജില്ലാ ബാങ്കിൻ്റെ കൺകറൻറ്റ് ഓഡിറ്ററായിട്ടാണ് പോകുന്നത്. അത് കാരാടൻ അഹമ്മദ് ഹാജിയാണ് ഇതിൻ്റെ പ്രസിഡന്റ്, ബാങ്കിൻ്റെ പ്രസിഡന്റ്. അവിടെ ആളുകളുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു. അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് ഭയങ്കര അമ്മയ്ക്ക് ഏത് കാലത്തും മലപ്പുറത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല അവിടെ ഇനി പോകണം എന്ന അഭിപ്രായക്കാരിയായിരുന്നു. നമ്മളുടെ അനുഭവത്തിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മലപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്നുള്ളതുകൊണ്ട് അത് മോശപ്പെട്ട സ്ഥലമാണെന്ന് അഭിപ്രായമില്ല. അല്ല, പക്ഷെ അങ്ങനെയല്ലേ ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഈ BJP ആളുകൾക്ക് പുറമെ കൊടുക്കുന്ന പ്രൊജക്ഷൻ. അല്ല, അത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അപരവൽക്കരണം ഇതിനകത്തുള്ള യഥാർത്ഥം. മലപ്പുറത്തെ ആളുകളെ കുറിച്ച് വളരെ സ്നേഹമുള്ളവരും താല്പര്യമുള്ളവരുമാണ്. PC ജോർജിനെ കുറിച്ച് എന്താ ഇപ്പോൾ അഭിപ്രായം? PC ജോർജിന്റെ യഥാർത്ഥ പ്രശ്നം പറഞ്ഞു. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. PC ജോർജിന്റെ ഗുണവും ദോഷവും. പുള്ളി ഒരു പച്ച മനുഷ്യൻ, അതൊക്കെ 100%. പുള്ളി മനസ്സിലൊന്നും വിചാരിക്കാൻ പുറത്തൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല. കെ മാണി ആണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് നാക്കുവഴ പറ്റില്ല. അത് മാണി മനസ്സിലായി, മാണിക്ക് നാക്കുവഴ പറ്റില്ല. പക്ഷെ മാണി ആരാ പോൻ ആരായിരുന്നു. പക്ഷെ PC കുഴപ്പമെന്ന് വെച്ചാൽ PC ജോർജ് വൈകാരികമായിട്ട് അല്ലെങ്കിൽ എടുത്തു ചാടി പ്രതികരിക്കുന്നതാണ്. ഈ PC ജോർജിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് എങ്ങനെ അറിയാം, 1980 അത് ഒരുപാട് ചെറുപ്പക്കാരി ജയിച്ച കേരള നിയമസഭയിൽ ഏറ്റവും അധികം ചെറുപ്പക്കാരി ജയിച്ചത് 80-ലാണ്. 80 പ്രത്യേകിച്ച് ആന്റണി ഗ്രൂപ്പ്, കോൺഗ്രസിലെ ആന്റണി ഗ്രൂപ്പ്, പിന്നെ കേരള കോൺഗ്രസ് ബാഡി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ്. അതിൽ ഈ പ്രായം കുറഞ്ഞ മെമ്പർമാരുടെ ഒരാളായിരുന്നു. ഏറ്റവും പ്രായം 26 വയസ്സ്, 25 വയസ്സുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു തോമസ് കല്ലമ്പള്ളി കാഞ്ഞിരപ്പള്ളി അമ്പല്ലേ, പുള്ളി ആ കാലത്ത് മരിച്ചുപോയി. ഈ PC ജോർജ് 26 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സും. ഇദ്ദേഹം അത് ഇവര് പ്രതിപക്ഷത്താണ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അന്ന് ജയിക്കുന്ന ഈരാറ്റുപേട്ടയുടെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്, ചെറിയ വോട്ടിനാണ് ജയിക്കുന്നത്. അതെ പറയട്ടെ, ഇദ്ദേഹം ജയിക്കുന്നു. TM ജേക്കബും PC ജോർജും ഒക്കെയാണ് സ്ഥിരമായിട്ട് കെ മാണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. TM ജേക്കബ് നന്നായിട്ട് പഠിച്ച് ഗൃഹപാഠം ചെയ്ത് പാർലമെന്ററി ആയിട്ട് അവരും. PC അതൊന്നും പറ്റില്ല. PC പോയിട്ട് കെ മാണിയുടെ അപ്പനും മുത്തപ്പനും തെറിയാണ് പുള്ളിക്ക് അറിയുന്ന ഭാഷ. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കെ മാണിക്ക് ഭയങ്കര കലിപ്പായി. കെ മാണി അങ്ങനെ കലിക്കുന്ന ആളല്ല, പക്ഷെ കലിപ്പായി. കെ മാണിയുടെ താല്പര്യപ്രകാരമാണെന്ന് പറയപ്പെടുന്നു. ഈരാറ്റുപേട്ടയിലുള്ള ഒരു സ്ത്രീയുടെ പേര് എനിക്ക് ഓർമ്മ ഞാൻ ഇവിടെ പറയാത്ത, അവരെ കൊണ്ട് ഈരാറ്റുപേട്ടയല്ല പൂജാർ ഭാഗത്തുള്ള ഒരു സ്ത്രീ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു അന്യായ ഫയൽ, അവരുടെ 8-9 വയസ്സിൽ പ്രായമുള്ള മകൾക്ക് PC ജോർജ് എൻ്റെ അവിഹിത ഗർഭമായിരുന്നു എന്നും ചെലവിന് കിട്ടുന്ന പെറ്റീഷൻ കൊടുക്കും. അത് മാണി ചെയ്യിച്ചതാണ്. ആ കേസ് വരുന്ന സമയത്ത് അത് വേറെ പാത്രത്തിലൊന്നും വന്നില്ല, തറവാടികൾ നടത്തുന്ന മനോരമയിലെ ബാത്റൂമിലൊന്നും വന്നില്ല. പക്ഷെ തരിനിറം എന്ന് പറഞ്ഞ പേപ്പറിൽ, തരിനിറത്തിലും അവരുടെ പടം തരിനിറം എന്ന് പറഞ്ഞ പേപ്പറുണ്ട്. ഈ മാതിരിയുള്ള വാർത്തകൾ സ്പെഷ്യലൈസ് ചെയ്തത് അതൊരു ചരിത്രമാണ്. തരിനിറത്തിൻ്റെ 1-ാം പേജിൽ PC ജോർജിനെതിരെ ചെലവിനിട്ടാ കേസ്. ഈ സ്ത്രീയുടെ പടവും കുട്ടിയുടെ പടമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റില്ല. ഫ്രണ്ട് പേജിൽ പടം വന്നു, പടവും വാർത്ത. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ഈ വാർത്ത ആവർത്തിച്ചു, പടമില്ല, ഈ വേറെ പേപ്പറിൽ. അത് കഴിഞ്ഞ് മാണി സാറിന്റെ ഒരു സിൽബന്തി പ്രധാനപ്പെട്ട ആളായിരുന്നു PC ഇട്ടൂപ്പ് എന്ന് പറഞ്ഞൊരു MLA ആണ്, ചാലക്കുടി. ഇട്ടൂപ്പ് വക്കീലുമാണ്. പുള്ളി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. സാർ, ഈ സഭയിലെ ഒരു അംഗമായിരിക്കുന്ന PC ജോർജിനെതിരായിട്ട് ഒരു സ്ത്രീ ചെലവിനിടാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. PC ജോർജ് അങ്ങനെ എഴുന്നേറ്റു. പിന്നെ കെ മാണിയുടെ കണ്ടും ലൂക്കോസിന്റെ മൂക്കുള്ള കൊച്ചിന് ഞാൻ എന്നാത്തിനാണ് ചെലവിന് കൊടുക്കുന്നത് എന്ത് ചോദിച്ചു. അതൊക്കെ പറയും, അത് കൂട്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ സത്യം പറഞ്ഞ അന്നാണ് ഈ PC ജോർജ് എന്ന് പറഞ്ഞ പ്രതിഭയെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയാനായിട്ട് അന്നത്തെ കാലത്ത് MV രാഘവനോ സീരിയാജിക്കോ പോലും പറ്റില്ല. ഇല്ല, അതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ഗുണമായിട്ട്. അതാണ് PC. അപ്പൊ അയാൾ ഏത് കാലത്തും ഈ രീതിയിലാണ് പുള്ളിയുടെ രീതി, സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ എല്ലാവരും കൈവിട്ടപ്പോഴും ഈരാറ്റുപേട്ടയിലെയും അതുപോലെ മറ്റ് പരിസര പ്രദേശങ്ങളിലെ ആളുകൾ ഇയാളെ സഹായിച്ചത്, ജയിപ്പിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കൊരു സപ്പോർട്ട് 2016 തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തന്നെ കുറെ പേര് പുള്ളിയെ സപ്പോർട്ട് ചെയ്തു. മുസ്ലിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി അല്ല, ഞാൻ പറഞ്ഞു മുസ്ലിങ്ങൾ എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിം. എന്നിട്ട് PC അനുയായികളും PC എതിർക്കുന്നവരും തമ്മിൽ അടിപിടിയുണ്ടായി. ഇത് ഇടി കൊണ്ടുകൊടുത്ത് ചത്തുപോയി. അറിയാമോ? അത് നസീർ എന്ന് പറഞ്ഞ ആളാണ് മരിച്ചുപോയത്. പക്ഷേ
അത് ഇങ്ങനെയല്ല, ഈ വിഷയത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ സംഘർഷമാണ്, അതിന് ശേഷമാണ് സംഭവിക്കുന്നത്. ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ PC സപ്പോർട്ട് ചെയ്തവരും എതിർക്കുന്നവരും തമ്മിലുള്ള ഇടികൊണ്ട് മരിച്ചു. അതെ. അങ്ങനെ ഇടിക്കാനും ചാകാനും തയ്യാറുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഇത് പറ്റിയത് പുള്ളിക്ക് പറ്റിയതെന്ന് വെച്ചാൽ സത്യത്തിൽ പുള്ളി അങ്ങനെ ഒരു വലിയ മുസ്ലിം വിരുദ്ധരൊന്നുമല്ല, സത്യമായിട്ടുമല്ല. ഞാൻ ഇത് പറയാണ്, ഇപ്പം നിങ്ങൾ കേട്ടാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാളിങ്ങനെ വായ പോയ കൊടാലി പോലെ പറയുന്ന ആളാണല്ലോ. പുള്ളി ഈ ശബരിമല വിഷയം ഉണ്ടാക്കിയപ്പോൾ കറുത്ത മുട്ട കൊടുത്ത് നിയമസഭയിൽ രാജഗോപാലുമായിട്ട് പുള്ളി പോയി. പുള്ളി ആ സമയത്ത് പുള്ളി ശബരിമല അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളാണ്. ശബരിമല അയ്യപ്പൻ അപ്പം അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഒരു വിഷമം തോന്നി. അതുവരെ ഇയാളുടെ പാർട്ടി അതല്ല സത്യസന്ധമായിട്ട് പറയാം. അല്ല എനിക്ക് കറക്റ്റ് അറിയാമല്ലോ, നമ്മൾ ആ നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട്. ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് വിരോധം ഉണ്ടാകുന്ന എവിടെ നിന്നറിയോ? സ്വാഭാവികമായിട്ടും ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി PC ജോർജിന്റെ വീട്ടിൽ വരികയും സുരേന്ദ്രന് കട്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തപ്പം ചെറിയൊരു അമർഷം ഈരാറ്റുപേട്ടയിലുണ്ടായി. പക്ഷേ ഈ പ്രശ്നത്തിലാണ് സംഭവിക്കുന്നത്. ഈ ശബരിമല വിഷയമായിട്ട് അതെ വീട്ടിൽ ശബരിമല കഴിഞ്ഞിട്ട് സുരേന്ദ്രൻ അത് അസംബ്ലിയിലൊക്കെ പോയിരുന്നു. മാത്രമല്ല പുള്ളി എരിവേലിയിൽ ശബരിമല അയ്യപ്പന് വേണ്ടി ഒരു സമരമൊക്കെ നടത്തി. അത് കഴിഞ്ഞ് സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് ഇയാൾക്ക് അതിൽ സുരേന്ദ്രനോടുള്ള സ്നേഹമല്ല, സത്യത്തിൽ ആന്റണിയുമായിട്ട് പുള്ളിക്ക് എന്തോ കാര്യമായി വിരോധം പറയുന്നില്ല. അല്ല, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും പുള്ളി ആന്റണി തോപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഷോൺ ജോർജിനെ പോലീസുകാർ അടിച്ചത് 2019 ഇല്ലേ? അപ്പോൾ ആ പ്രശ്നത്തിന് ശേഷം ഇയാൾ ഈ ആന്റണി തോപ്പിക്കാൻ വേണ്ടിയിട്ട് ആന്റണിയുള്ള ഇതുകൊണ്ടാണ് പുള്ളി സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തത്. സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആളുകൾ എതിരായി. ആ സമയത്താണ് ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് ഈ മുസ്ലിം സഹോദരന്മാരെ അവിടെയാണ് മുസ്ലിം സഹോദരന്മാരെ മറ്റേ സാധനം പുറത്തേക്ക് വന്നു. അതെ യഥാർത്ഥ വർഗീയതയുടെ അങ്ങേയറ്റം പുള്ളി അവിടെ വിളമ്പി. അവിടെ മനുഷ്യന് കാരണം ഈ 10-80 തൊട്ട് കാരണം എപ്പോഴും 94 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 390-400 വോട്ടിന് പുറകെ നിന്നിട്ട് പേട്ടയിൽ 1200 വോട്ടിനാണ് പുള്ളി ജയിച്ചു കയറുന്നത്. അങ്ങനെ സപ്പോർട്ട് എന്നും ലീഡ് മാത്രം കൊടുത്തിട്ടുള്ളൊരു നഗരമായിരുന്നു ഈരാറ്റുപേട്ട. പക്ഷേ അത്തരത്തിൽ അത്രയും പൊക്കിക്കൊണ്ട് നടന്നവരെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന രീതി സംസാരിച്ച് ചെയ്യുമ്പം ആർക്കും സഹകരിക്കാൻ പറ്റിയല്ലോ. ആ ഒരു കണ്ടീഷനിൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു വിലക്ക് പോലെയാണ്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ആ ഇഷ്ടം നഷ്ടപ്പെട്ടു. കാരണം 5 സീറ്റ് ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ ജനപക്ഷത്തിന് 5 സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. അത്രയും ജനപക്ഷത്തിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ അംഗസംഖ്യ വേണമെങ്കിൽ ജനപക്ഷത്തിനുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞ സീറ്റിന്റെ എണ്ണം വെച്ചല്ല, പുള്ളിയുടെ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല അവര് PC ജോർജ് എന്ന് പറയില്ല, കുഞ്ഞുമോൻ എന്ന് പറയുന്നത്. അതെ കുഞ്ഞുമോൻ. അതെ പിന്നെ അവിടെ അത് അങ്ങനത്തെ കുറെ ചരിത്രം. അല്ല ഇത് പറ്റിയതാണ്. അല്ല ഇത് അയാൾക്ക് പുള്ളിക്ക് പറ്റിയത് ഈ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. തിരിച്ചുവരവ് പൂജാറിലും ഇല്ല, അല്ലാതെയും സാധ്യതയില്ല. അതുപോലെ തന്നെ സാർ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശമുണ്ട് എന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആക്കണം എന്ന രീതിയിൽ ഒരു ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള അപസ്വരങ്ങളെന്നോ അല്ലെങ്കിൽ സ്വരങ്ങളെന്നോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇവർ ചോദിക്കുന്ന കാര്യം, മഹാരാഷ്ട്രയിൽ ശിവസേനയെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായി സപ്പോർട്ട് ചെയ്തുകൂടെ? എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 85-90 സീറ്റൊക്കെ ആയിരുന്നു വരുന്നെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും മുസ്ലിം ലീഗ് ആവശ്യപ്പെടാനുള്ള സാധ്യത കണ്ടിരുന്നോ? മുസ്ലിം ലീഗിന് അവകാശമുണ്ടോ മുഖ്യമന്ത്രി സ്ഥാനം? അല്ല, അത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് വ്യത്യാസം വരും. ഇപ്പൊ എന്തായാലും അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹത ഉണ്ടായിട്ടോ അവകാശം ഉണ്ടായിട്ടോ അല്ലല്ലോ CH മുഹമ്മദ് കോയ കേരളത്തിലെ മുഖ്യമന്ത്രി. ചെറിയ പാർട്ടിയായിരുന്നു ഇല്ലേ? ഇന്നത്തെ മുസ്ലിം ലീഗ് പോലും വരുന്നില്ല. അന്ന് അഖിലേന്ത്യാ ലീഗ് വേറെ ഉണ്ട്, CPM കൂടെ. അന്ന് എനിക്ക് 12-13 സീറ്റേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 12 പേരുള്ളൂ. 12 പേരുണ്ടായിട്ടും 140 അംഗങ്ങളുള്ള നിയമസഭയിൽ CH മുഖ്യമന്ത്രി ആയല്ലോ. മുഖ്യമന്ത്രി C അച്യുതപുരം മുഖ്യമന്ത്രി ആകുമ്പോൾ ചെറിയ പാർട്ടിയാണ് CPI, വലിയ പാർട്ടി കോൺഗ്രസ് ആണ്. പക്ഷെ അച്യുതപുരനായി. അത് പട്ടനാളുള്ള മുഖ്യമന്ത്രി ആകുമ്പോൾ ചെറിയ പാർട്ടിയാണ് PSP, വലിയ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഏതാണ്ട് 63 പേര് അതുണ്ട്. എന്നിട്ടും മട്ടത്തിന് സപ്പോർട്ട് ചെയ്തു. അത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. കുഞ്ഞാലിക്കുട്ടി, ഞാൻ വേറെ കാര്യം പറയാം. ഈ കോൺഗ്രസിൽ ഈ തർക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ട് കുഞ്ഞാലിക്കുട്ടിയാണ്. കാരണം എന്താ? KC വേണുഗോപാലിനെക്കാളും രമേശ് ചെന്നിത്തലയെക്കാളും സതീശിനെക്കാളും സീനിയർ ഭരണപരിചയമുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. പുള്ളി എത്രയോ കൊല്ലം മന്ത്രിയായിരുന്നു, എത്രയോ കൊല്ലം MLA ആയിരുന്നു. ഇവരെല്ലാവരെക്കാളും സെക്യുലറോട് ഞാൻ പറഞ്ഞില്ലേ? കുഞ്ഞാലിക്കുട്ടി ശരിക്കും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. ഉപമുഖ്യമന്ത്രിയാകുന്നതിൽ കാര്യം ഉപമുഖ്യമന്ത്രി ആലങ്കാരികമായ പദവിയാണ്. അതിന് കാര്യമൊന്നും ഇല്ല.
ഇപ്പോഴും മന്ത്രിസഭയിൽ 2ാം സ്ഥാനക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണ്. അത് വളരെ വ്യക്തമായിട്ട് സാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് അത് കൂട്ടി വായിക്കണം. BJPക്കാർ ഏറ്റവും കൂടുതൽ എടുത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന എനിക്കൊന്ന് വി മുരളീധരൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, രമേശ് ചെന്നിത്തല രണ്ടാമതിരിക്കേണ്ടടുത്ത് ഈ കുഞ്ഞാലിക്കുട്ടിയെ കയറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പോലും ഒരു ജാതീയത അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഉറപ്പ് കാണിക്കാൻ വേണ്ടിയാണ് UDF ചെയ്യുന്നതൊക്കെ രീതിയിൽ. അതിൽ ഞാൻ വേറെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും 2ാം സ്ഥാനക്കാരനായിരുന്നു. അതെ, 2ാം നമ്പർ കാറാരും ഉപയോഗിക്കുന്നത്. അതെ അതെ കുഞ്ഞാലിക്കുട്ടിയാണ്. അതെ അതെ കോട്ടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2ാം നമ്പർ കാറാരും ഉപയോഗിച്ചിരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1ാം പിണറായി സർക്കാരിൽ 2ാം നമ്പർ കാർ ഉപയോഗിച്ചത് ഈ ചന്ദ്രശേഖരനായിരുന്നു. 3ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത് ആരായിരുന്നു? അത് അടുത്ത ഘടകകക്ഷിയുടെ നേതാവായിരുന്നു. അങ്ങനെയാണ് അതിന്റെ രീതി. 1ാം നമ്പർ കാർ പിണറായി വിജയൻ, 2ാം നമ്പർ കാർ K രാജൻ, 3ാം നമ്പർ കാർ റോഷി അഗസ്റ്റിൻ. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അതിന്റെ രീതി. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്തത്? സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ആദ്യം പിണറായി വിജയൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആളുകളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നാമത് എപ്പോഴും മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ നേതാവ്, അത് കഴിഞ്ഞ 2ാമത്തെ ഘടകകക്ഷിയുടെ നേതാവ്. ഇത്തവണ അങ്ങനെയല്ല ചെയ്തത്, അത് ശ്രദ്ധിച്ചോ? ഇത്തവണ അതിൽ വ്യത്യാസം വന്നു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ഇദ്ദേഹം VD സതീശൻ, 2ാമത് കുഞ്ഞാലിക്കുട്ടി, 3ാമത് രമേശ് ചെന്നിത്തല. അപ്പം തന്നെ തെറ്റി. 3ാമത് ചെയ്തത് ബോറിസ് ജോസഫ് ആയിരുന്നു. 3ാമത്തെ ഘടകകക്ഷി. അങ്ങനെയാണ് കാർ ഉപയോഗിക്കുമ്പോഴും അങ്ങനെയാണ്. 1ാം നമ്പർ കാർ മുഖ്യമന്ത്രി, 2ാം നമ്പർ കാർ അടുത്ത ഘടകകക്ഷിയുടെ നേതാവ് K രാജൻ, 3ാമത്തത് നമ്മുടെ ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ, 4ാമത്തെ ശശീന്ദ്രൻ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ കൃഷ്ണൻകുട്ടി, പിന്നെ കടന്നപ്പള്ളി കഴിഞ്ഞിട്ടാണ് അടുത്ത മാർക്സിസ്റ്റുകാരൻ. ആ കണ്ടീഷനായിരുന്നു. അത് സാധാരണ രീതിയാണ്. അതുപോലെ സാർ ഇപ്പം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ജമാഅത്തും ലീഗും തമ്മിലുള്ള കൂട്ട്. അത് ലീഗിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഞാൻ വിചാരിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാ കേട്ടോ. ദോഷം ചെയ്യും. അല്ലേ? അത് എന്തിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ലീഗിന് കൃത്യമായിട്ട് സംഘടനാ സംവിധാനമുണ്ട്, കൃത്യമായിട്ട് അണികളുണ്ട്. ഈ ജമാഅത്തിൻ്റെ എനിക്കൊന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് ഞങ്ങളുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് 2 സീറ്റുണ്ട്. അത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് കൊണ്ട് ജയിക്കുന്ന UDF സംവിധാനത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളാണ്. അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അതിലെന്താ പ്രശ്നം അറിയുമോ? മുസ്ലിം ലീഗ് വലിയ പാർട്ടിയാണ്, വലിയ. പിന്നെ തീർച്ചയായിട്ടും മലബാർ ഭാഗത്ത് മുസ്ലിങ്ങൾ അധികം ലീഗിലാണ്, തിരുവിതാംകൂർ ഭാഗത്ത് കോൺഗ്രസിലാണ്. സ്വാഭാവികം. അതെ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത, ഇത് ചെറിയ ഒരു ഗ്രൂപ്പാണെങ്കിലും അവർ ആശയപരമായിട്ട് ഒരു വ്യക്തതയുള്ളവരാണ്. അതുണ്ട്. കോൺഗ്രസിലുള്ള മുസ്ലിങ്ങൾക്കോ പക്ഷെ അത് പറയട്ടെ, ലീഗിന് അംഗീകരിക്കാൻ പറ്റുന്ന ആശയമാണോ? അല്ല. അതാണ് പ്രശ്നം. പ്രശ്നം എന്ന് വെച്ചാൽ സെക്യുലറിസം പറഞ്ഞിട്ട് ജമാഅത്തിനൊപ്പം കൈ പിടിച്ചാൽ അത് പോയി. അല്ല, പക്ഷെ അതിൽ വേറെ പ്രശ്നമുണ്ട്. ശരിക്കുള്ള പ്രശ്നം ലീഗ് നേരിടുന്ന ഒരു യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യയശാസ്ത്രപരമായ ഒരു ദാർഢ്യമില്ല, കൃത്യമായ ഐഡിയോളജി ഇല്ല. കോൺഗ്രസിന്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം കോൺഗ്രസ് ആയി. മുസ്ലിം ലീഗിന് സ്വന്തമായ നിലപാട് അറിയില്ല. കാര്യം പറയുമ്പോൾ അവർ സാമുദായിക പാർട്ടിയാണ്, സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും അത് എവിടെ തൊട്ട് എവിടം വരെയാണ്, അതിന്റെ നീളം എത്ര, വീതി എത്ര, ഉയരം എത്ര, പ്ലാറ്റ്ഫോമാണെന്ന് വിചാരിക്കാം. ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ആ ഒരു ധാരണയില്ല. നേരെ മറിച്ച് മറ്റവർക്ക് ആ ധാരണയുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ലീഗ് അനുഭവിക്കുന്ന ശരിക്കുള്ള പ്രശ്നം അത് കുറച്ചുകൂടി കഴിയുമ്പോൾ വ്യക്തമാവും. ലീഗിൻ്റെ അജണ്ട തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ആ കണ്ടീഷനിലേക്ക് വരുമോ? എനിക്ക് ആ കണ്ടീഷൻ ഇപ്പം തന്നെ ഉണ്ട്. അത് പ്രകടമല്ല എന്നേ ഉള്ളൂ. അതാണ് അതിൽ ഞാൻ സാർ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ലീഗുമായിട്ടുള്ള പരസ്പര ചങ്ങാത്തം ഗുണം ചെയ്യില്ല. അത് അപകടമാണ്. അത് വിച്ഛേദിക്കണം. അടുത്ത കാലം വരെ സെക്യുലറിസം പറയുമ്പോൾ അല്ലേ, കാരണം ഈ ലീഗിനെ ചുമ്മാ അടിക്കാൻ വേണ്ടിയുള്ള അവസരം വെച്ചാൽ ഇത്ര ഇന്ത്യൻ്റെ സാധനങ്ങൾ മേടിക്കുന്നതല്ല, കറക്റ്റ് ഒരു പൊളിറ്റിക്കലായിട്ട് ഐഡിയോളജി കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ലീഗ് സ്വന്തം ഐഡിയോളജി ഇല്ലാണ്ടായി.